അപ്പൊ ചോദ്യം മനസ്സിലായില്ലേ? അയൽക്കൂട്ട അംഗം എന്ന നിലയിൽ എന്നിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അയൽക്കൂട്ട അംഗം എന്ന നിലയിൽ എന്നിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഒരു അയൽക്കൂട്ട സംവിധാനം കൊണ്ട് ആ പ്രദേശത്തുണ്ടായ പ്രദേശത്ത് നമ്മൾ അയൽക്കൂട്ടത്തിന് എന്തൊക്കെ ചെയ്യാൻ, ചിലപ്പോൾ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഇല്ലേ? റോഡ് നിർമ്മാണം, അല്ലെങ്കിൽ നമ്മളെ അവിടെ ആ പ്രദേശത്തുള്ള അങ്ങനെ ലഹരി, മയക്കുമരുന്ന്, അങ്ങനെയുള്ള സ്ത്രീധന അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടും ഇല്ലേ? അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിൽ നമ്മളെ അയൽക്കൂട്ടം ഇടപെട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ അയൽക്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം ആരെങ്കിലും അത് പറ്റുന്നവരൊന്ന് എഴുതി വെക്കുക കേട്ടോ, ഞാൻ വായിപ്പിക്കാം. എഴുതിക്കോ. ചോദ്യം മനസ്സിലായിട്ടേ? ഒന്നാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാല്, അയൽക്കൂട്ടം അംഗങ്ങൾക്ക് നൽകുന്ന ശക്തി, അതായത് എന്റെ ശക്തി എന്താണ്? അയൽക്കൂട്ടം അംഗങ്ങൾക്ക് നൽകുന്ന ശക്തി. അയൽക്കൂട്ടം അംഗങ്ങൾക്ക് നൽകുന്ന ശക്തി. രണ്ടാമതോ, അയൽക്കൂട്ട ശക്തിയും നാട്ടിലെ മാറ്റവും. ചോദ്യം മനസ്സിലായല്ലോ? ഇപ്പൊ സമയം 11 മണി. 11:05 എഴുതണം കേട്ടോ. 10:55. ഇപ്പോ 11:05 എഴുതുക. എഴുതാൻ അറിയുന്നവരിൽ എഴുതുക, ആരും നിർബന്ധിക്കില്ല. എഴുതൂലടാ? എഴുതണ്ട അല്ല, ഇതിന് ആൻസർ ഇങ്ങനെ ആരും എഴുതൂല. എന്ത് പിള്ളേരെ ഇങ്ങനെ? മോളെ നീ എഴുതിയാ മതി, ഇവർ എക്സ്പീരിയൻസ് ചോദിച്ചാൽ മതി കേട്ടാ. അവരോട് പറഞ്ഞു തരാൻ പറ. ഇവര് ഇതല്ലേ എത്ര എക്സ്പീരിയൻസ് ആയ ആൾക്കാർ, പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അവരെഴുതും. എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ അവർക്ക് അറിവുണ്ടാവും, ആ അറിവുള്ളത് എഴുതുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരത് എഴുതി വെക്കും. എഴുതുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു അയൽക്കൂട്ടത്തിൽ ചേർന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കാര്യം തന്നെ ചർച്ച ചെയ്യുന്നേ ആഭ്യന്തരം ആണോ? പറഞ്ഞ അയാൾ എഴുതുന്നുണ്ട്, നിങ്ങൾ എഴുതി അറിയുന്ന എഴുതിക്കോട്ടെ. ആര് പറഞ്ഞ ഒച്ചയാക്കല്ല. എന്താ ചേച്ചി പോളയാ? വേഗം എഴുതി. 11:05 ഞാൻ വായിപ്പിക്കാം. എന്ത് ഒന്നും വരുന്നില്ലേ? ഞാൻ എന്താണെന്ന് എനിക്കറിയില്ല അല്ലേ? അതാണ് പ്രശ്നം. അല്ലേ? അത് പേപ്പറിലേക്ക് ആക്ക്. അതാ വേണ്ടേ? അയൽക്കൂട്ടം എന്ന നിലയിൽ എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി? എന്റെ ഭൗതിക സാഹചര്യത്തിൽ, എന്റെ സാമ്പത്തിക അവസ്ഥയിൽ, അല്ലേ? എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളിൽ, വീട്ടിലെ ഇടപെടലുകളില്. പണ്ടൊന്നും എന്താണ്, കാരണവന്മാരുടെ കാലത്ത് പെണ്ണുങ്ങൾ എങ്ങനെ ഇരിക്കുക? വാതിലിന്റെ മൂലക്ക് നിന്ന് പുറത്തേക്ക് എത്തി നോക്കും. ആ അവസ്ഥയാണോ നമുക്കുള്ളത്? അല്ല. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പെട്ടെന്നൊന്ന് എഴുതിയേ. പിന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ട്, അയൽക്കൂട്ടങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രീ എന്ന സംഘടന കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ വരുത്താൻ സാധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതാം. ഇതിന്റെ ചർച്ച തന്നെ ചേച്ചി? ഇതിന്റെ ചർച്ച തന്നെയാ? ഉച്ചക്കത്തെ ചോറും കറിയില്ല അല്ല? വേഗം എഴുതണേ. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ സാമ്പത്തികമായുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. സമയം മതി, ഒച്ചയൊക്കെ വേഗം വായിക്കാൻ പറയും. അതന്നെ നമ്മളെ മെയിൻ പരിപാടി അല്ലേ? ഇത് തന്നെയാ ചർച്ച ചെയ്യുന്നേ? തന്നെയാ? അതന്നെ ചോദിച്ചിട്ട് എഴുതിക്കോ. വേഗം എഴുതട്ടെ. ഒരു 3-4 മിനിറ്റും കൂടെ എഴുതി തീർന്നോ? ഇനിയിപ്പം സമയം തീർന്നു എന്ന് പറയുമ്പോ ഭയങ്കര എഴുത്തായി, ആശാരിപ്പണി പോലെ. ചായ പിടിക്കാൻ വിളിക്കുമ്പോ എങ്ങനെ ആശാരിമാര് 4 മുട്ട അധികം മുട്ടൂലേ? അതുപോലെ തന്നെ നിങ്ങളെ അവസ്ഥ. സമയം തീർന്നു പറയുമ്പോ ഭയങ്കര എഴുത്ത്.
അപ്പൊ എഴുതി തീർന്നെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഒരാളെ എണീറ്റ് നിന്ന് വായിച്ച ഇങ്ങോട്ട് വന്നിട്ട്, ഒരാള് എണീറ്റ് നിന്ന് ഞാൻ വായിക്കാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് വേഗം വായിച്ചേ. നോക്കട്ടെ നിങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങള്. വാ, പേര് വിളിക്കാൻ ആരും പേരും അറിയില്ല. വാ ഇങ്ങോട്ടാ, വേണ്ട ശ്രദ്ധിക്കണേ. കുടുംബശ്രീയിൽ വന്നതുകൊണ്ട് എനിക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും സാമൂഹികമായ ഒരു മാറ്റത്തിന് അയൽക്കൂട്ടം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ അംഗങ്ങളുടെ സന്തോഷവും സങ്കടവും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ നേതൃത്വം ഏറ്റെടുത്ത് അതിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കുടുംബശ്രീയുടെ സെക്രട്ടറിയായി 2-3 പ്രാവശ്യം നിന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും എൻ്റെ കുടുംബശ്രീക്കാർ അതങ്ങനെ എല്ലാവരും തിരുത്താനും നിൽക്കലുണ്ട്. അതാണ് എനിക്ക് കുടുംബശ്രീയിൽ വന്നതുകൊണ്ടുള്ള ഒരു മാറ്റം. അതുപോലെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇത് കണക്ക് നിന്ന് വായിക്കാനുള്ളൊരു മാറ്റം, അതാണ് ഏറ്റവും വലിയ മാറ്റം. പിന്നെ കുടുംബശ്രീ അയൽക്കൂട്ടം ഉള്ളതുകൊണ്ട് പ്രാദേശികമായ കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കാറുണ്ടോ? പൂർണ്ണമായിട്ട് സാധിക്കാറുണ്ട്. ഞങ്ങളെ കുടുംബശ്രീ എന്ത് കാര്യത്തിനും എല്ലാത്തിനും ഒന്നിച്ച് നിന്നിട്ട് ഏത് കാര്യത്തിനും പൊതുവായിട്ട് ഇടപെടാറുണ്ട്. സാമ്പത്തിക സഹായമായിട്ടും ചികിത്സാ സഹായം മറ്റേത് കാര്യങ്ങളിലും പൊതുവായിട്ടില്ല ഏത് കാര്യത്തിലും ഞങ്ങളെ കുടുംബശ്രീ ഒന്നിച്ച് നിന്ന് സഹായിക്കലുണ്ട്. മതി, അത്ര ചെയ്യുന്നുള്ളൂ. മതിയാ? അത്ര ഇപ്പൊ എനിക്ക് പറയാം. വന്നിട്ട് അത്രയല്ലേ? ഇനി ആര് വാ? ആ വാ, ഇരിക്കട്ടല്ല ചേച്ചി. എന്താ പേര്? നിന്റെ പേര് വെച്ചിട്ടാ? നിങ്ങള് പേര്? ഉഷാബാൻ. നമ്മൾ കുടുംബശ്രീ കൂടിയ പിന്നെ സ്ത്രീകളിൽ സ്വയം പര്യാപ്തം നേടി സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അവസരമായി. പിന്നെ അടുക്കളയിൽ നിന്ന് എല്ലാവരും അരങ്ങത്തേക്ക് വന്നു. പിന്നെ നമ്മളായിരിക്കും ബാങ്കിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് ആർക്കും അറിയില്ല, ബാങ്ക് ഏടാന്ന് തന്നെ അറിയില്ല. അപ്പൊ എല്ലാവരും ബാങ്കിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഇതായി. പിന്നെ ലിങ്കേജ് ലോൺ നമ്മൾ 20 ലക്ഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ 5 ലക്ഷം എടുത്തവരിലുണ്ട്. പിന്നെ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് എല്ലാ പെണ്ണുങ്ങളും മുന്നിട്ടിറങ്ങിന്. പിന്നെ നമ്മളെ ലക്ഷ്മിയേട്ടി സ്വയം തൊഴിലിന്റെ ഭാഗമായിട്ട് ഉണ്ണിയപ്പം അവിടുത്തെ ലക്ഷ്മിയേട്ടി സ്വന്തമായിട്ട് ഉണ്ണിയപ്പം വെക്കുന്നുണ്ട്. പിന്നെ ഇന്നലെയായിട്ട് ലിങ്കേജ് ലോൺ എടുത്തിട്ടും മറ്റേ സ്ഥിരം ലോൺ എടുത്തിട്ടും സ്ഥലം വാങ്ങി 70,000 രൂപ എടുത്തിട്ട്. പിന്നെ ലോൺ എടുത്തവർ ചിലവർ സ്വർണം വാങ്ങും, ചിലവർ സ്ഥലം വാങ്ങി. പിന്നെ ഒരു പേടിയും കൂടാതെ എത്ര ലോൺ വേണമെങ്കിലും എന്തുകൊണ്ടാ അങ്ങനെ? സ്വയം പര്യാപ്തത നേടി. ഇപ്പൊ വായിക്കണമെന്നുണ്ടാ മോളെ വായിച്ചെന്റെ പേര് എനിക്കറിയില്ല. എന്റെ പേര് അനു. ഞാൻ സൗഭാഗ്യ കുടുംബശ്രീ ചുണ്ടൻകുളത്തുനിന്ന് വരുന്നത്. വായിച്ചോ? എനിക്ക് കൂടുതൽ പറയാനൊന്നുമില്ല, എല്ലാരും പറഞ്ഞു തന്നു. നിന്റേതായ വാക്കുകളിൽ നിന്റേതായ മാറ്റങ്ങള് അയൽക്കൂട്ട അംഗങ്ങൾക്ക് നൽകുന്ന ശക്തി 25 വർഷം മുമ്പ് കുടുംബശ്രീയിൽ പല ലോണും എടുത്ത തുക അടച്ചു തീർക്കാൻ. പണ്ടെല്ലാം ഭയങ്കര കഷ്ടത്തിലല്ല നമ്മൾ അടച്ചോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് വേഗം അടക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതെങ്ങനെ വേഗം നമ്മള് പണിയെടുത്ത് വരുമാന മാർഗം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ട് അടച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിൽ പല അസുഖങ്ങളുമുള്ള മരുന്നിനായും ചികിത്സാ ചിലവിനായും കൂടുതൽ കുടുംബശ്രീയിൽ നിന്നും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര സൗണ്ട് പിന്നെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് നൽകുന്ന അയൽക്കൂട്ട ശക്തിയും നാട്ടിലെ മാറ്റങ്ങളും. എന്തിനും എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മധൈര്യം കുടുംബശ്രീ വന്നതിന് ശേഷം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ പണ്ട് കാലത്തെല്ലാം സ്ത്രീകള് പിന്നെ കുടിച്ചിട്ട് എല്ലാരും സ്ത്രീകള് പുരുഷന്മാര് കുടിച്ചിട്ടെല്ലാം മർദ്ദിക്കുന്നില്ലേ? അപ്പൊ അതിനെല്ലാം പീഡനം, പല രീതിയിലുള്ള പീഡനം സഹിക്കുന്നുണ്ട്. അപ്പൊ ഈ കുടുംബശ്രീ എല്ലാം വന്നതിന് ശേഷം അതിനോടുള്ള ഒരു പിന്നെ മാറ്റം വന്നിട്ടുണ്ട്. അതാണ്. പിന്നെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കശുവണ്ടി ഫാക്ടറി അതിന് നമ്മളെ അംഗത്തിൽ നിന്ന് തന്നെ പോകുന്നുണ്ട് കുറെ ആള്. പിന്നെ കുറെ ആള് പോകുന്നുണ്ട്. പിന്നെ ഈ കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സംരംഭങ്ങളും നമ്മൾ ഈ ഒരു കാലത്ത് എല്ലാവരും നടത്തുന്നുണ്ട്. സംരംഭ മേഖലയിൽ സ്ത്രീകളുണ്ടല്ലേ? മതിയാ എല്ലാവർക്കും? എത്രയും കേട്ടാ മതിയാ? നമുക്കുണ്ട്. നിങ്ങൾ അറിയാം.
അറിയാതെ നമ്മൾ എന്തേ കൂട്ടി വായിക്കാനുണ്ട്? എന്തോ കൂട്ടാനുണ്ടല്ലോ മേം പറ. കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇനി ആരെങ്കിലും എഴുതിയിൽ അധികമായിട്ട് എന്തെങ്കിലും ഉണ്ടാ? ഇവിടെ ആരും എഴുതിയിട്ടേ അധികം ഉണ്ടടാ? വാ എന്നാ വാ, സങ്കടം വേണ്ട, വേം വാ. വന്നോളെ ഇങ്ങോട്ടോ. നീ മാത്രം ആടുന്നു, ഇങ്ങോട്ട് വാ വാടാ. അതെയാ? കേട്ടോ എന്നാലും കേട്ടാ. ആയിട്ടോളാം, ഒരു മിനിറ്റ്. കൈ പിടിച്ചാ ഞാൻ കുടുംബശ്രീ കൂടിയിട്ട് 2 മാസമായിട്ട് ആയതേ ഉള്ളൂ. ഇവരുടെ എല്ലാവരുടെ അഭിപ്രായമാണ് എഴുതിയത്. കേട്ടോണേ, എല്ലാരും ശ്രദ്ധിക്കണേ. പിന്നെ എല്ലാവർക്കും നിക്ഷേപം സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റാരെയും ആശ്രയിക്കാതെ ഒരു സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ സംരംഭം തുടങ്ങാൻ കുടുംബശ്രീ മുഖാന്തരം ലോൺ അങ്ങനെയൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ സമൂഹത്തിന് മുന്നിൽ നിന്ന് സംസാരിക്കാനും മറ്റു നേതൃത്വം വഹിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ഇടപാടും മറ്റ് അവകാശങ്ങളെയും കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രാദേശിക കാര്യങ്ങളിൽ തന്നെ രോഗാവസ്ഥയിലുള്ളവർക്കുള്ള ആശ്വാസം നൽകാൻ, സഹായം നൽകാനൊക്കെ. പേരെന്താ? പ്രജിത. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശരി തന്നെയല്ലേ? എന്തെങ്കിലും എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടാ? ഇല്ല. കടം കൂടിയെന്ന് പറയുന്നേ, കടം കൂടിയതാണെങ്കിലും ആ കടായിട്ടാണോ നമ്മൾ അതിനെ കാണുന്നത്? കടം എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്? ഒരു ലോൺ എടുക്കണമെങ്കിൽ എന്ത് ബോധം നമുക്ക് ഉണ്ടാവണം? അത് തിരിച്ചടക്കാൻ പറ്റുമെന്നുള്ള കുടുംബശ്രീ ലിങ്കേജ് എടുത്തവരെല്ലാം തിരിച്ചടക്കുന്നില്ലേ? ആന്തരിക വായ്പകൾ എടുത്തവരെല്ലാം തിരിച്ചടക്കുന്നില്ലേ? പുറത്തുനിന്നുള്ള വേറെന്തെങ്കിലും അതെല്ലാം തിരിച്ചടക്കുന്നില്ലേ? അപ്പൊ എന്താണ്, ലോണുകൾ എടുക്കാൻ നമുക്ക് ആത്മധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ധൈര്യം നമുക്ക് ഉണ്ട് അല്ലെ? ഇപ്പൊ ഇന്ന് ബാങ്കുകളും ഒക്കെ എന്താണ് 20 ലക്ഷം വരെ അയൽക്കൂട്ടങ്ങൾക്ക് നൽകാൻ വേണോ എന്ന് ചോദിച്ചാണ് വരുന്നത്. അത് എന്തുകൊണ്ടാ വരുന്നത്? നമുക്ക് ആർക്ക് കൊടുക്കുന്നതിനേക്കാളും വിശ്വാസം ആരിലുണ്ട്? നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ കുടുംബശ്രീ എന്ന ഒരു സംഘടനയോട് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ബാങ്കുകൾ ലോണുകൾ വേണോ എന്ന് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വായിച്ച ഓരോ കാര്യങ്ങൾ എന്താണ്, നമുക്കുണ്ടായ മാറ്റങ്ങളാണ്. ഈ 25 വർഷക്കാലം കൊണ്ട് നമ്മളിലുണ്ടായ മാറ്റങ്ങൾ. അപ്പൊ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് വാ, ഞാൻ പേര് വിളിക്കില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? ആ മാറ്റം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം അല്ലെ? ഞാൻ വന്ദനവാ അല്ലെങ്കിൽ ആരെങ്കിലും വാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കാതെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ആ മാറ്റം ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലെ? സമൂഹത്തിലെ മുന്നിട്ടിറങ്ങാൻ അല്ലെ? ആരും വിളിക്കണ്ട, എന്റെ പേര് വിളിക്കുന്ന അവസരങ്ങൾ എങ്ങനെയാണ്? നമ്മളെ തേടി വരില്ല. വരുന്ന അവസരങ്ങളെ നമ്മൾ കണ്ടെത്തി വിനിയോഗിക്കാൻ പഠിക്കണം. ഇന്നിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ചിന്തിച്ചിട്ട് ലതിക അന്ന് വിളിക്കാം, ടീച്ചറാ വിളിക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ എണീറ്റ് പോയി അത് വായിക്കണമായിരുന്നു. ആ മായിരുന്നതിന് വല്ല മീനിങ്ങും ഉണ്ടോ, വല്ല അർത്ഥമുണ്ടോ? ഇല്ല. നമ്മൾ ആ ചെയ്യേണ്ടത് അപ്പൊ തന്നെ ചെയ്യണം. അപ്പൊ എന്താണ്, നമ്മളെ അയൽക്കൂട്ട അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണ്? ഇതുപോലെ ഒരു സമൂഹം, അത് ഒരു ക്ലാസ് ആയിക്കോട്ടെ, ഒരു ക്ലാസ്സിലുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പുറത്തു കൂടി പൊതുസമൂഹം ആയിക്കോട്ടെ, അവരുടെ മുന്നിലോട്ട് ഇറങ്ങി 2 വർത്തമാനം പറയാൻ, അല്ലെങ്കിൽ നമ്മൾ അവിടെ കാണുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളിൽ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റമാണ്. ഇരുന്നിടത്ത് തന്നെ ഇരിക്കാതെ ഒരവസരം കിട്ടുമ്പോൾ ആ അവസരം വിനിയോഗിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതാണ് നമ്മളിൽ ഉണ്ടായ മറ്റെന്തിനേക്കാളും വലിയ മാറ്റം. അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാങ്ക് ഇടപാടുകൾ അല്ലെ? നിങ്ങൾ എങ്ങനെയാ ബാങ്കിൽ പോന്നേ? അയൽക്കൂട്ടം ഞായറാഴ്ച കൂടിയാൽ ബാങ്കിൽ എങ്ങനെയാ പോന്നേ? സ്ഥിരം ഒരാൾ തന്നെയാണോ പോന്നേ? അല്ല, മാറി മാറി പോയത്. എന്തിനാ അങ്ങനെ മാറി മാറി പോന്നത്? ഒരാൾ മാത്രം ഇതെല്ലാം അറിഞ്ഞാൽ മതിയോ? അല്ലെ സെക്രട്ടറി പ്രസിഡന്റ് മാത്രം ഇത് അറിഞ്ഞാൽ മതിയോ? പോരാ. എന്ത് വേണം? അത് ഓരോരോ അയൽക്കൂട്ട അംഗങ്ങളും അറിഞ്ഞിരിക്കണം അല്ലെ? ഒരു പൊതു സ്ഥാപനത്തിൽ പോയാൽ എന്തൊക്കെ ചെയ്യണം, ഒരു കൃഷി ഓഫീസിൽ പോയാൽ, ഒരു ബാങ്കിൽ പോയാൽ, അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ നമ്മൾ എങ്ങനെ ഇടപെടണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇന്ന് നമുക്കറിയാം. അതെന്തുകൊണ്ടാ? നമ്മൾ ഈ കുടുംബശ്രീയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലെ? പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ബാങ്കിൽ പോകാൻ തലമുറ നമുക്ക് ഭയങ്കര വേവലാതിയല്ലേ? പക്ഷെ ഇന്നൊന്നും നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ബാങ്ക് ഇത്രയും നീളത്തിലുണ്ടെങ്കിൽ
ആ അറ്റത്ത് ആദ്യം പോണോ ഈ അറ്റത്ത് ആദ്യം പോണോ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള വേവലാതികളായിരിക്കും നമുക്ക്. പക്ഷെ ഇന്ന് നമുക്ക് ആ ഒരു സംശയം തെല്ലുമില്ല. എവിടെ പോയി എന്ത് കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ തന്നെയല്ലേ എല്ലാവർക്കും പറഞ്ഞു വിടുന്നത്. വില്ലേജ് ഓഫീസിൽ പോണെങ്കിൽ നീ പോയിക്കോ, ബാങ്കിൽ പോണെങ്കിലും നീ പോയിക്കോ. കുഞ്ഞിന് PTA മീറ്റിംഗ് എത്ര അച്ഛന്മാർ പോലുണ്ട്? പോലുണ്ടോ? അതാണ് സ്കൂളുകളിലെ PTA മീറ്റിങ്ങുകളിൽ ഇന്ന് കൂടുതൽ പങ്കാളിത്തമുള്ളത് ആരാണ്? അമ്മമാര് തന്നെയാണ്. ഏതെങ്കിലും എന്തിനുണ്ട് അച്ഛന്മാർ ഏതെങ്കിലും മൂലക്ക് ചിലപ്പോ ഉണ്ടായെങ്കിലായി. അത് അവർക്ക് പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടാവും, ഇവിടെ പോയാ മതി അല്ലെ. എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള ആർജവം നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് ആണുങ്ങൾക്ക് അല്ലെ, നമ്മുടെ വീട്ടിലുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിന് ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് സ്ത്രീകളെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്തിക്കുന്നത്. മനസ്സിലായില്ലേ?